ബ്രോ ഞാൻ ഇടയ്ക്കൊരു പേര് കണ്ടു ജാമ്പുലി. എന്താ കുട്ടി വണ്ടി തിരിച്ചു മേടിക്കാനാണോ? സാറിന്റെ ഐഡി പറ വലിക്കല്ലെങ്കിൽ ഇത് 2.0. കഥ തുറക്കത്തില്ല അല്ലെങ്കിൽ മൂഞ്ചി വാ പോവാം. ഇതൊക്കെ നമ്മള് കുറെ കണ്ടിട്ടുള്ളതാ. ഒന്നില്ല എവിടെ എന്ത് 271 വലിക്കോ 271 വലിക്കോ ഇത് അറിയാലോ. ഹലോ കേക്കുന്നുണ്ട്. ഇത് ഏത് വണ്ടി? 2.0. നശിപ്പിച്ചല്ലോടാ മഹാഭാവികളെ. നല്ല വണ്ടി. എന്താ നീ ഒന്നുകൂടെ വായിച്ച കശി? എന്താ കരാം കരിമ്പലി ആരെല്ലാം തറയെ നോക്കുമ്പോ നിങ്ങൾ ട്രാൻസ് ആവുന്നുണ്ടോ? ഞാനൊരു കാര്യം പറഞ്ഞു ജോണി, ഒന്ന് ഇറങ്ങി പുറത്തോട്ട്. ഞാൻ ഒരു ഇല്യൂഷനിലോട്ട് വീഴുന്ന പോലെ. ഇത് നടക്കുന്നതനുസരിച്ച് എന്റെ തറ നീങ്ങുന്നുണ്ടല്ലേ? എനിക്ക് തല ഇറക്കുന്ന എന്നെ പിടിച്ചോടെ. അല്ലല്ല നമ്മള് നടക്കാത്തപ്പോ സീനില്ല, നടക്കുമ്പോഴാണ് കണ്ട തറ നീങ്ങുന്നത്. ഞാൻ തറയിലേക്ക് നോക്കണില്ല, അതുകൊണ്ട് ഛർദിക്ക. ഇപ്പൊ നിങ്ങൾ പറഞ്ഞപ്പോ പിന്നെ നോക്കാൻ തുടങ്ങി. ഒരു 2 വാക്ക് പറയൂ. പിള്ളേരിങ്ങനെ ന്യൂജനാക്കിയെന്തോ സത്യല്ലേ? വണ്ടി കെട്ടിപ്പൊക്കി. ഹലോ, എന്താ ഇപ്പഴും ആശയ്ക്ക് അതല്ലേ വണ്ടീനെ പറ്റി വണ്ടിയെ പറ്റി നല്ല വാക്ക്. നല്ല വണ്ടി, നല്ല രസം. അഷിക് അതിന്റെ ആ 4 ടയർ, ആ ഡോറ് വേറെ എടുത്തായിരിക്കും അല്ലേ? അറിയില്ല, ഇത് എനിക്ക് തന്നെ തന്നതാണോ ഇത്? എനിക്കറിയില്ല. അതാരാണ്? റിവേഴ്സ് വീഡിയോ കേക്കാവോ? ആ എനിക്ക് കേക്കാം, നിനക്ക് കേക്കുന്നില്ലേ? എന്തോ ഡേറ്റ്സ് കൊണ്ടുവന്നിട്ടുണ്ടോ? ആ ഡു യു ടു മീ. ആ കേക്കുന്നുണ്ടോ സൈറു? താങ്ക് യു സൈറു. വേണം, അതാ ഞാനിങ്ങനെ ചോദിക്കുന്ന എങ്ങനെയാന്ന് വിചാരിച്ചിട്ടാ. പെട്ടെന്ന് തായോ. ആ കൂടെ വരാം. മലക്ക് എന്നെ നോക്കിക്കോണേ, വല്ല വെള്ളത്തിൽ വെള്ളത്തിൽ തെള്ളിയിടാൻ വല്ല ആയിരിക്കും. നീന്തറിയാല? ആ അല്ല പറയുമായിരുന്നു. ഇവിടെ ഇത് മറ്റേതാന്ന് തോന്നി, ഈ കടല് എനിക്കാണെന്ന് പറയാനോ വല്ലതും ആയിരിക്കും. എവിടെ ഈ കടലോ? ഇടാ ലെഗസി, അവളുടെ സ്നേഹം കൊണ്ട് ഈ കടൽ എനിക്ക് സ്വന്തം. ഇനിയും അല്ല ഈ വണ്ടിയോ? ഈ കടല എല്ലാ തെണ്ടികളിലും ആ വണ്ടി ഡിപ്പോസിറ്റുള്ള. ഈ വണ്ടി എനിക്കായിരിക്കും ഒരു സൈറോ. ജോണിയോവൻ 2.0 എടുക്കൂലേ? ഞാൻ 1.0 എടുത്തോട്ടെ. 1.0 എന്റെ വികാരമാണ്. അതേ തൊട്ട് കിടച്ചാൽ ഞാൻ കാര്യം തല്ലി പിടിക്കും. സൈറോണേ, നീ ഇത് മേടിച്ചോണ്ട് വന്നാണോ എനിക്ക് വേണ്ടി? എനിക്ക് എന്റെ പേരിലാക്കുന്നതിന് മുമ്പേ നമുക്കിത് വണ്ടി ഇല്ലാത്ത ആരിലും ഒരാൾക്ക് നമുക്കിത് ദാനം ചെയ്യാം. നിനക്ക് വണ്ടി ഇല്ലടാ ജെറ്റി, കള്ളം പറയാം. അങ്ങനെയല്ല ഇവിടം വരെ ഇങ്ങനെ വന്നേതാ ജോണിയോമാവും. ഞാൻ കള്ള നിന്റെ വണ്ടി വണ്ടി എടുത്തു, അതില് ബാക്കി പണി നമുക്ക് കസ്റ്റം പോയിട്ട് ചെയ്യാം. സൈറോ അങ്ങനല്ല മക്കളെ, ഇനി വാ. എന്റെ കയ്യിൽ സെയിം വണ്ടി ഉണ്ട്. അപ്പൊ അതിന്റെ കൂടെ ഇപ്പം ഞാൻ ഈ എല്ലാ വണ്ടിയും കൂടെ എനിക്ക് കൊണ്ടു നടക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ നമുക്ക് സൈറോ നമുക്കത് ഒരു ഗിഫ്റ്റ് ആയിട്ട് ഒരു നാറി, ഒരു കോട്ടൊക്കെ ഇട്ട ഒരു നാറി 2.0 കിട്ടിയ സ്ഥിതിക്ക് 1.0 എന്ന് പറഞ്ഞ് ചുമക്കുക. ഞാൻ പറഞ്ഞു കാല് തല്ലി പിടിക്കുമോ? എനിക്ക് തരാവോ? 3.0 അതെന്താണ്? അല്ല ഈ BM. എന്തോ എന്താണ് നിന്റെ സ്ലാങ്ങിന് വ്യത്യാസം കക്കാശി?
ചുമ്മാ ചുമ്മാ ഓട്ടിച്ചു വെക്കും. പിന്നെ അതുപോലെ FPP ഇട്ട് വെക്ക് ഇറ്റു വണ്ടിക്ക് അകത്ത് കയറിയിട്ട്. ജോണിയാ ഇതെപ്പറ്റി എന്തോ വിചാരിച്ചായിരുന്നു ഈ വണ്ടി? ഇല്ല 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 സ്പോയിലർ സെറ്റ് അതുപോലെ ഈ സ്റ്റേജും ഇത് ലൈറ്റ് ചെയ്തത് ആട് ബ്രോ. സ്റ്റേജ് നറൂട്ടോ അല്ലേ? എനിക്കറിയാം ഞാൻ പറഞ്ഞു. താങ്ക് യു രണ്ടുപേർക്കും. ഈ വണ്ടി ചെയ്തത് അയ്യപ്പൻ അയ്യപ്പൻ. ആഗ്രയിലുള്ള നമ്മുടെ ഒക്കെ വണ്ടി പണിന്ന് മനസ്സിലായി. ഏജി അല്ലേ അയ്യപ്പൻ? ഏജി അല്ലേ? അതെ ആ ഇറങ്ങി വന്നു. ഇവിടുണ്ടോ മാമ? ഓടിക്ക് ആരും തട്ടി വീഡിയോമായിട്ട് പുറത്തു പോകണ്ടെന്ന് വിചാരിച്ചിട്ടാ മാമ. ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ദാസത്തിനെ നോക്കി വെച്ചിരുന്നേ. അയ്യോ പറക്കുന്ന വണ്ടി തൊട്ടതും പറക്കുന്നു. ഇല്ല വലിയ ഇത് ഇല്ല. നമ്മൾ കൺട്രോൾഡ് ഡ്രൈവിംഗ് ഏതാ? ആണല്ലേ? ഞാൻ ഓടിച്ചോട്ടെ. ഓടിച്ചേറ്റ് കാശി ഇറക്കി വെക്കളെ. നൈസ് വണ്ടിയടാ. ഓക്കെ തെറ്റ് ഞാൻ ഓടിച്ചോട്ടെ. നല്ല ക്ലീൻ ആയിട്ട് ചെയ്തിട്ടുണ്ട് സാധനം. ആയിട്ടു സെയിം ആണോ ഇത്? ഇതാണ് മൊത്തം എടുത്തത്. ഇപ്പൊ വണ്ടി സ്റ്റാർട്ടാക്കി നോക്കിയ ജോണിയാ. ഇപ്പൊ വിഷയം ഓ ഇത് ഞാൻ ഇപ്പൊ മനസ്സിലായോ ജോണിയാ? ഇതെനിക്ക് മനസ്സിലായി. ഇത് ഏത് വണ്ടിയാന്ന് എനിക്കറിയാം. ഈ സാധനം ഞാൻ ഒരു കൊല്ലമായിട്ട് തപ്പി നടന്നതാണേ. പക്ഷെ ഒരു കണ്ടുപിടിച്ച് കൊണ്ടുവന്നായിരുന്നു. പക്ഷെ തെറ്റ് സാധനം ഇവിടുന്ന് അങ്ങോട്ട് പോയിട്ട് പോ. വണ്ടി ഇത് അത് രണ്ടും അത് അതിന്റെ ഒറിജിനൽ ആണ്. അത് ഇത് രണ്ട് വണ്ടിയും അങ്ങോട്ട് എടുക്കണ്ടേ? വരുന്നു. ഇത് രണ്ട് സെയിം വണ്ടിയല്ലേ? മോഡ് മാത്രമല്ല എക്സ്ട്രാ. അത് മറ്റേത് ബേസ്. അതല്ല അപ്പുറത്ത് വണ്ടി കിട്ടിയില്ലേ? കിട്ടി. ഷിപ്പ് മിസ്സായി തോന്നുന്നു. ഇതുണ്ടോ? തനിക്ക് ഇതാണോ ഇഷ്ടം? വീറ്റും അതോ ഇഷ്ടപ്പെട്ടെ? രണ്ടും എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ ഇത് അന്നും ഇന്ന് ഈ വണ്ടി അറിയാലോ. ഇയാളാണ് എനിക്ക് ഇത് ആദ്യമായിട്ട്. കരിമ്പലി അല്ല ഞാൻ പറയുമായിരുന്നേ, ഈ വണ്ടി എനിക്ക് ആദ്യമായിട്ട് തന്നെ ആരാ 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 ഞാൻ മറന്നുപോയി. ഈ വണ്ടി ഇപ്പൊ തന്നെ ഇയാള് ഇപ്പൊ അച്ഛനും കുട്ടി അതല്ല. ആരാ തന്നെ? അത് നമ്മളെല്ലാരും കൂടി. അതെ. ഓഹോ അങ്ങനൊക്കെ അല്ലേ ഇപ്പൊ? അപ്പൊ അതല്ല ഞാൻ പറഞ്ഞേ, ഈ വണ്ടി എനിക്ക് ലൈഫിൽ ആദ്യമായിട്ട് തന്നത് ആരാ? ഞാന് അതാ പറഞ്ഞേ. അതാ ചോദിച്ചു. അത് എന്റെ ഒരു അറിയാലോ, ഒരു ഇമോഷനാണ് ഈ വണ്ടിന്ന്. പിന്നെ അല്ല ജോണി, അതെന്തോ ജോണി അത് പിന്നെ ഇപ്പം അത് നിങ്ങൾക്ക് പ്രായം. ഞാൻ ചെറുപ്പക്കാരനായപ്പോ പിള്ളേരെ പുതിയത് 2.0 എന്ന് പറഞ്ഞാൽ അത് എനിക്ക് തന്നു 2K ആയതുകൊണ്ട് അല്ലേ? കൊല്ലാൻ വേണ്ടിട്ടുള്ള പരിപാടിയാന്ന് തോന്നി. എന്ത്? ഞാൻ വീഡിയോ കണ്ടില്ല. വീഡിയോ ഒന്ന് പ്ലേ ചെയ്യോ? ഞാൻ എന്റെ വീഡിയോ ആരും വാങ്ങിയില്ലല്ലോ. എന്താ എന്റെ വീഡിയോ വാങ്ങാനേ? അല്ല എങ്ങനെയല്ല, വിഷല്ല. ഇത് മാസ് സിനിമാറ്റിക്സ് ജയ് ബാലയ്യ ഞാനിവിടെ ഒരു വലിയൊരു പ്രസംഗം തന്നെ ഇയാടെ ബർത്ത്ഡേക്ക് പറയണമെന്ന് പറഞ്ഞു തന്നിരുന്ന എന്റെ അടുത്ത് വീഡിയോ പോലും വാങ്ങിയിട്ടില്ലല്ലോ. ഒരു മൈക്ക് ഫ്രണ്ട് വെച്ച് കൊടുക്കുകയാണോ? മൈക്ക് അവിടെ മൈക്ക് അവിടെ മൈക്ക് അവിടെ. പിന്നെ വീട്ടിൽ പോവാൻ പറ്റൂല. എന്തിനാ ഈ പ്രസംഗത്തിന്റെ കേസൊക്കെ പറഞ്ഞത്? ഇനി അപ്പാപ്പ 1 മണിക്കൂറുടെ പ്രസംഗം. ഞാൻ പള്ളി ഇവരെ വേണോ? ഇവരെ കൊണ്ടുപോകണം നമ്മൾ തിരിച്ച്. പെട്ടെന്ന് ഇവിടെ നിർത്തിട്ടോ. പുള്ളി പറയട്ടെ. കൈ കൊട്ടിയാ സ്റ്റോപ്പ് ചെയ്യണം. എന്നാ മൈക്കൊന്നും വേണ്ട, ഇവരെ കേട്ടാ പോലെ റേഡിയോ പറഞ്ഞോ? അവന് റേഡിയോ ഇറങ്ങാൻ. എനിക്ക് കയറാൻ പറ്റത്തില്ല.
65 കേറാൻ പറ്റും, ആരും കേറാൻ പറ്റും, കേറാൻ പറ്റും. നമ്മളൊക്കെ കേറിയിരിക്കുന്നു പിന്നെയാണ് കേറാൻ ബുദ്ധിമുട്ടാണല്ലേ പാപ്പ. ലെഗസി വേണ്ടായിരുന്നല്ലേ? ഹലോ ഹലോ കേൾക്കുന്നുണ്ടോ എല്ലാവർക്കും? ഹലോ. കേക്കാം. അപ്പം വീണ്ടും 69-ാം പിറന്നാൾ യൂത്ത് 20 അല്ല 16. 16 അപ്പം അറിന്റെ 69-ാം പിറന്നാൾ ആഘോഷിക്കുന്ന ജോണിക്ക് വീണ്ടും ഒരു ജന്മദിന ആശംസകൾ നേർന്നുകൊണ്ട് AP പാമരം ടീമും അവതരിപ്പിക്കുന്ന ഒരു ഡാൻസ് ഉടനെ തന്നെ ഉണ്ടായിരിക്കുന്നതായിരിക്കും. എനിക്ക് ആ പഴയ പാട്ട് കേൾക്കണം. എനിക്ക് മറ്റേ ആ പഴയ പാട്ട് കേൾക്കണം. ഏതാ ജോണി? ഇയാള് മറ്റേ സൗണ്ട് മാറ്റി പാടുന്ന പാട്ടില്ലേ, എനിക്ക് കേൾക്കണം. എന്റെ ബർത്ത്ഡേക്ക് താനൊരു ആഗ്രഹം പറഞ്ഞാൽ ചെയ്യാതിരിക്കുവോ ജോണി? എനിക്ക് കേൾക്കണം അത്. തൊണ്ട അടച്ചിരിക്കുവോ ജോണി? കുഴപ്പമില്ല, പഠിക്കൂ. ബാക്കി വരികൾ പറഞ്ഞു. അത് കുഴപ്പമില്ല, കൈന്നിട്ട് പാടാ. നിങ്ങൾക്കറിയാലോ എന്തോരം തവണ ഇതൊക്കെ പാട്ട് പാടി എന്നെ ഉറക്കിയിട്ടുണ്ട്. തന്നെ പറഞ്ഞ പാപ്പ. മേഘം വിളക്കുന്ന മേട്ടിൽ അമ്പിളി മാമന്റെ പോലൊരു മാറില ഒട്ടി കിടക്കുന്ന മുത്തേ. അപ്പൊ ഏതാണ് നിങ്ങൾക്കൊക്കെ അറിയാം മറ്റേ എന്റെ കൊച്ചിലെ അപ്പാപ്പൻ എന്നെ ഇങ്ങനെയായിരുന്നു പാട്ടൊക്കെ പാടി ഉറക്കുമായിരുന്നു. അതെ അതെ കുഞ്ഞായിരുന്നു അപ്പൊ. അല്ല ജോണി അമ്മ എന്നെയും ജോണിനെ ഒരുമിച്ച് ഇങ്ങനെ ജോണി മമ്മീനെ ഓർമ്മയായിരുന്നു ജോണി. എനിക്ക് കരച്ചിട്ട് വരുന്നു. എന്തിനാ ജോണി കരയുന്നേ? ഞാനില്ലേ ഇവിടെ? അതുകൊണ്ടാ അറിയുന്നേ. നിങ്ങൾ വന്നപ്പോ എനിക്ക് വിഷമം വന്നേ. എന്തിനാ വിഷമം വന്നത്? എനിക്ക് ആ വണ്ടിയും ഇയാളെയൊക്കെ കാണുമ്പോ പഴയതൊക്കെ ഓർമ്മ വരും. ഞാനിവിടെ ഉണ്ടല്ലോ, എവിടെ പോയാലോ ഞാന്? അപ്പം ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാലേ ഇവിടെ വന്നിട്ട് ഒരുപാട് കാര്യങ്ങള് പറയണമെന്നുണ്ടായിരുന്നു. അതായത് തന്റെ ബർത്ത്ഡേ വിഷ് എടുക്കുന്ന സമയത്ത് ഞാൻ വിചാരിച്ചത് ഒരുപാട് കാര്യങ്ങൾ എനിക്കതിൽ പറയാനുണ്ട്. കാരണം എന്റെ GTA കരിയറിന്റെ തുടക്കമൊന്നും ഞാൻ പറയത്തില്ല. പക്ഷെ എന്നാന്നോ ഇയാടെ കൂടെ ഞാൻ ആർക്ക് തുടങ്ങിയത് അന്ന് നശിച്ചത് അയാള്. അന്ന് ഞാൻ നശിച്ചേ. അന്ന് കൂടെ കൂടിയത് എന്റെ കൂടെ. പിന്നെ ഞാൻ വിട്ടിട്ടില്ല. അത് 5 കൊല്ലമായി. ജോണി ഇതില് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഞാൻ ഒരുപാട് സമയത്ത് മിസ് ചെയ്ത് ഒരു സമയം ഉണ്ടായിരുന്നു. ജോണി പല സമയത്തും താൻ ഇവിടെ ഇല്ലാത്തപ്പോഴും ഞാൻ വിചാരിച്ചിട്ടുണ്ട് താനും കൂടെ ഉണ്ടായിരുന്നെന്നുണ്ടെങ്കിലും ഞാൻ ചിന്തിച്ച നിമിഷങ്ങളുണ്ട് പലപ്പോഴും കേവ് ചെയ്യുന്ന സമയത്ത്. ചിരിപ്പിച്ചല്ല പറഞ്ഞ മലയെ ഞാൻ എന്നിട്ട് എന്താ പറയാ ജോണി, ഞാൻ പലപ്പോഴും അത് വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ ഏറ്റവും തളർന്നു സമയത്ത് താൻ എന്റെ കൂടെ ഉണ്ടായിരുന്നു ജോണി. എല്ലാരും ഉണ്ടായിരുന്നു, ഇല്ലെന്നല്ല. പക്ഷെ താൻ വന്നത് സത്യം പറഞ്ഞാൽ എനിക്കൊരു എന്താ പറയാ ഒരു ധൈര്യമായിരുന്നു ജോണി. ഇപ്പോഴും എന്റെ ധൈര്യം താനും തള്ളയും ഹിറ്റും ഒക്കെ ഇപ്പോഴും കേവിലുണ്ടെന്നുള്ളത് തന്നെയാണ് എന്റെ ധൈര്യം. ജോണി many many happy returns of the day and I love you my brother. Thank you. കേറി വാ ജോണി, അങ്ങതാ. ഓ ഹാപ്പി ബർത്ത്ഡേ. ചെല്ല് 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 ജോണി വാ. അയ്യോ സോറി ജോണി, കുറച്ച് ലൈറ്റ് ആയി പോയി. അല്ല അത് മൂല്യം വൈകിപ്പോയി. അപ്പാപ്പൻ F4 അടിച്ചിട്ട് ക്ലാപ്പ് ഒന്ന് സെർച്ച് ചെയ്യാൻ. എനിക്ക് രണ്ട് വാക്ക് എന്തുവാടാ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഞാൻ ആദ്യമേ പറഞ്ഞു, ഞാൻ ഇത്രയും നാളെ ഇതില്ലേ ആദ്യമായിട്ടാ ഇങ്ങനെയൊക്കെ. അപ്പൊ അതിന്റെ ഒരു സന്തോഷമുണ്ട്. പിന്നെ സന്തോഷം മാത്രം. ഒരു ലാസ്റ്റ് ടൈം ആ വീഡിയോ വീഡിയോ ഞാനവിടെ
എടാ ചെറ്റേന്നാണോ വിളിച്ചത്? അവനെന്ത് ഇവിടെ ചേട്ടാ അവൻ അഭിനയിക്കുന്നു, അപ്പുറത്ത് നിന്ന് AFK ആയിട്ട് അഭിനയിക്കുന്നു. ഇപ്പോഴേ പറഞ്ഞ അപ്പൊ ശിവൻ ഇപ്പൊ എന്തിനാ ഈ വെടിവെച്ച ശബ്ദമൊക്കെ ഇതിനകത്ത്? എനിക്ക് ഇതൊക്കെ പേടിയാ അറിയത്തില്ലേ? അയ്യോ ഓക്കും ബോംബും ജോണി ഇതെന്തോ ജോണി ഇത് മറ്റേ ഡൂപ്പറിട്ടാണ് അഭിനയിച്ചത്. ആ അല്ലാതെ ആ ഇതൊക്കെ തോക്കൊക്കെ എന്തിനാ? തൊട്ടെന്ന് പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കും ഞാൻ? ഞാൻ തൊടത്തില്ലല്ലോ ഇതൊന്നും അറിയാലോ. പിന്നെ എനിക്കറിയത്തില്ലേ അത്. ഉം. എന്നാലും ഇവന്മാര് തന്നെ കൊണ്ട് തോക്ക് പോലെ എടുപ്പിച്ചല്ലേ ഒരു തന്നെ തലയൊക്കെ ദേ അവിടെ പമ്പിന്റെ കാര്യം ആയതുകൊണ്ടാ. ഓ ഇത് പെട്രോളിനൊക്കെ ഇപ്പൊ എന്താ വില? പമ്പിൽ തൊട്ടുള്ള കളി കൊണ്ടല്ലേ ജോണി? ആ, സത്യത്തിൽ എത്ര പേരെ കാല് പിടിച്ച് വാങ്ങിയ പമ്പ അത്. അതെ. ഒറ്റ എടുത്തില്ലേ? ഒരുത്തന്റെ കാല് പിടിച്ച് വാങ്ങിയ പമ്പ അത്. അവനെ അങ്ങ് തീർത്താൻ പോരായിരുന്നു ജോണി. അന്നേ പറഞ്ഞല്ലേ അവന് വെച്ചേക്കല്ല. അല്ലല്ല നമ്മുടെ ഇറക്കണേ അത് ചെറി അല്ലേ? എന്നിട്ട് എന്താ ചെറിയ എന്താ എന്നിട്ട് അവൻ വന്നില്ലല്ലേ? ഓ ഇല്ല അവൻ അവോയ്ഡ് ചെയ്ത്. അപ്പൊ ജോണി അപ്പം എന്റെ വക തനിക്ക് V2.0 കരിമ്പുലി താങ്ക് യു എന്ന് പറയുന്ന ആഗ്രഹമുണ്ട്. പക്ഷെ അവന്മാരെല്ലാരും കൂടെ ചെയ്തു തന്നെ കുഴപ്പമില്ല. നിങ്ങളുടെ വക ഈ പച്ച ഇട്ടുകൊണ്ടിരിക്കുന്ന ഒരു 35 പേര് കൂടെ ഉണ്ടേ. അത് അത്ര ജോണി അത് തന്നെ ധാരാളം. വേറെ എന്തോ വേണ്ടേ? ഇവരെല്ലാരും കരിമ്പുലി വണ്ടിയൊക്കെ റെഡിയാക്കാണ്ടോ? ഞാൻ വേറെ വണ്ടി റെഡിയാക്കാന് അല്ലേ ആഷിക്കേ ഓൾറെഡി ഓക്കെ പറഞ്ഞായിരുന്നു. വണ്ടി അവർ നമ്മളെ നൈസായിട്ട് റെഡിയാക്കി. ഒഴിവാക്കിയത് അപ്പൊ ബുക്കീസിന്റെ പൂക്കീസ് കുക്കീസ് എന്ത് ചെയ്ത്? പൂക്കീസാ ആ അല്ലേ ജോണി പൂക്കി 10 പേര് കൂടല്ലേ ജോണി? അത് ഉണ്ട്, അത് അറിയാലോ. അതൊരു ശല്യമായിട്ട് അതിന്റെ തോന്നുന്നു. ഒരു നിമിഷം സഹോദരങ്ങളല്ലേ? അതെ അങ്ങനെ പറയാ. എന്ത് ആഷിക്കിന്റെ കണ്ണീന്നൊക്കെ വെള്ളം ഒഴിക്കണുണ്ടില്ല അപ്പൊ എന്ത്? ആശിക്കേ എവിടെ ഇവിടെ ഉണ്ടായിരുന്നു? നീയായിരുന്നോ ഇത്? രാത്രി കൊണ്ട് കാണാത്ത ഏതാ ചുണ്ടത്തിന്റെ തൊട്ടിയിരിക്കുന്നത്? തുറച്ചാളാ? ഫാഷനാ ഫാഷനാ. ഓ ഞാൻ വിചാരിച്ചു മറ്റേ കാപ്പിച്ചിന്റെ കൊടുത്തിട്ട് ഈ ഞാൻ കാപ്പി കുടിച്ചിട്ട് ചുണ്ടേ പറ്റിയിരിക്കുന്നത് കേട്ടോ. മീശയൊക്കെ മുളച്ചു വന്ന് കൊച്ചിറക്കണൊന്നുമല്ലേ ഇപ്പം? അല്ലേ കാണിച്ചു തരാം. അതാ കണ്ടു പോണേ. ഇത്രയും വലിയ പുള്ളിയൊക്കെ ആയോ? വലിയ ആളായി അപ്പ ഇവര് പിള്ളേരൊക്കെ. നമ്മളെ പക്ഷെ ഞാനേ ഉള്ളി ചെറുപ്പമായിട്ടിരിക്കുന്നു ഇപ്പൊ. എവിടെ പോയി ജെറ്റിപ്പിടുന്ന കേട്ടാ. ഇവിടെ പോയി അപ്പൊ ഇനി ഇവിടുന്ന് പോയില്ലേ വാനകത്തുള്ളൂ. ഈ വണ്ടി കരയിലെത്തിക്കും. ആരാ കരയുന്നേ? അത് മറ്റേ ഷാജിപ്പാപ്പൻ നീന്തി തുടഞ്ഞൊക്കെ കൊണ്ടു തരുമായിരിക്കും. അല്ലേ നരുട്ടോ ഉണ്ടല്ലോ, തലേ വെച്ചിട്ടുണ്ടായാലും അപ്പുറത്ത് കൊണ്ടുതരും. ഓഹോയ് സിംഗറായോ? ഇത് ഇവിടെ ദൈവങ്ങളൊന്നും ഇല്ലേ? ഇവിടെ ദൈവങ്ങളൊന്നും കേൾക്കുന്നില്ലേ? ഇവിടെ ദൈവങ്ങളൊക്കെ കാറ്റിപ്പറത്തിയോ? അവന്റെ പണി പോയി, ജോണി മാവൻ കാരണം പോയി. ഇനി അത് എന്റെ തലേ വെക്കെ. അവൻ ഇവിടുത്തെ മെയിൻ യൂണിഫോം ഇട്ടിട്ട് വേടാ. അന്തരീക്ഷത്തിൽ പറഞ്ഞു. അന്തരീക്ഷത്തിൽ നടുവേദന മാറാൻ വേണ്ടി മരുന്ന് മേടിക്കാൻ പോയത്, അതൊക്കെ എടുത്ത് കട്ടൗട്ട് ആക്കി വരുന്നുണ്ട്. അത് നോക്ക്, എവിടെ ഫ്രണ്ടില് നോക്ക്. നടുവേദനക്ക് മരുന്ന് മേടിക്കാൻ പോയത് അത് നോക്ക്. വേറെ നല്ല പടം ഒന്നും കിട്ടിയില്ല. ഇങ്ങനെ കട്ടൗട്ട് ഉണ്ടാക്കും. ഹോക്കിയാണ് അപ്പൊ ഇതൊക്കെ പണിത്. ഒരു ഡീസൻസി വേണ്ടടാ അതിനൊക്കെ. വേറെ ആരൊക്കെ അത് ഓർമ്മയില്ലാത്ത? ആര് അപ്പൊ ഞാൻ 2 ദിവസം മുമ്പ് ഇവന്റെ അടുത്ത് പറഞ്ഞു ജോണിയോന്റെ ബർത്ത്ഡേ 2 ദിവസം മുമ്പ് എന്താ പറഞ്ഞത്? ജോണിയോന്റെ ബർത്ത്ഡേ 2 ദിവസം കഴിഞ്ഞ് നമുക്ക് വണ്ടിയൊക്കെ സെറ്റ് ആക്കട്ടെ. ജോണി സത്യം പറയാലോ ജോണി, ഈ പാവ ഹോക്കി ഒറ്റയ്ക്കാ ജോണി എല്ലാത്തിനും ഓടി നടന്നു. ഹൈറ്റ് കൊണ്ട് കണ്ടോ, വേറെ ഒരു നാറി പോലും. അച്യുതൻകുട്ടി ആൻഡ് പൂക്കീസ് ടീം. ശരിയാ, അച്യുതൻകുട്ടി. പിന്നെ ആരൊക്കെ പറഞ്ഞാലും അവര് പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയാം. അച്യുതൻകുട്ടി എങ്ങനെ പറയാ, കോളിംഗ് ബെൽ അടിക്കുന്ന പോലെ. അല്ല അവര് ആ വണ്ടി ആദ്യമേ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. കരിമ്പുലി ആ ഫസ്റ്റത്തെ വണ്ടി 3 മാസം ഇതിന്റെ പുറകെ. 3 മാസമോ 1 കൊല്ലമായി. അതായത് നമ്മളേത് മേണ്ടറാ കാശി. നമുക്ക് പോവാം. കോട്ടിന്റെ പൈസ കൊടുക്കണ്ടേ ഞാനിനി ഇവിടെ നില്ലേ? വാടകയ്ക്ക് കോട്ട് മേടിച്ചോണ്ട് ഇറങ്ങിയേക്കോ. നോക്കിയേ ലഹസിയുടെ കോരം നോക്കാം. വരാൻ പറഞ്ഞു. അപ്പൊ ബർത്ത്ഡേ ആയതുകൊണ്ട് കോട്ട് സ്യൂട്ടൊക്കെ വാടകയ്ക്ക് എടുത്തു. ജോലിയുടെ ബർത്ത്ഡേ ആണ് അവന്റെ ബർത്ത്ഡേ അത്. കുറച്ച് ഇത്തിരി സ്റ്റാൻഡേർഡ് ലുക്ക് കൂടിപ്പോയി കേട്ടോ. മാമ ആരാ വന്നത് നോക്ക് സൈഡില്. അതാരാ?
ആരാടാ സൈറു അല്ലേ അവിടെ നേരത്തെ കൊറേ നേരം മുമ്പേ ഉണ്ട്. ഫുഡ് എന്തോ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഓടി വന്നവള്. ഇല്ലില്ല, ഡിക്കിക്കകത്ത് കേറിയതാ. ബാമിന് ഗിഫ്റ്റ് കൊടുത്തു മൈദീനെ സൈറു. സൈറു ബാൻഡേല് വരെ ഉള്ള സൈറ് ഗിഫ്റ്റ് ഒന്നും കൊടുക്കില്ല മാമന്. തന്ന അവളെ എനിക്ക് വണ്ടിയൊക്കെ മേടിച്ചു തന്നിട്ടുണ്ട് സൈറു. അത് കൊടുത്തത് ഏത് അത് വണ്ടി വണ്ടി ഏതാ വണ്ടിന്ന് അറിയാം ബാൻഡേല് വരെ ഉണ്ട്. അത് മതിയുടെ അവള് അങ്ങനെയാണോ പറയുന്നത്? അതെ. അല്ല മാമ ഇക്രു എവിടെ പോയി? അത് ഇക്രു ഇക്രു എവിടെ? കത്തിപ്പോയായിരുന്നു. അതിന്റെ ഇടയ്ക്ക് പ്രമോഷൻ മാമ സൈറു കുഴപ്പമില്ല, സൈറുവിന്റെ ബർത്ത്ഡേക്ക് ഒരു അടിപൊളി ഗിഫ്റ്റ് കിട്ടിയായിരുന്നു. ആ വണ്ടി നമുക്ക് വാങ്ങാം. അതെ, അല്ല കുറച്ച് കളഞ്ഞാൽ മതിയല്ലേ സൈറു എഴുതിയേക്കുന്നത്. ആ പേര് മാറ്റിയാ പോരെ, സിയും വൈയും ഒന്ന് തുറന്നിട്ട് അവിടെ ജയ വെച്ചോ. എന്താ സൈറു? അയ്യോ തുടങ്ങിയ അവളുടെ നാടകം ഇപ്പൊ തുടങ്ങും. അയ്യോ ഒരു പാട്ട് പാട്ട് സെറ്റാക്കാം മാമന്റെ ബർത്ത്ഡേക്ക് വേണ്ടി. ആണോ? പാടി സാർ കേക്കട്ടെ. പാട്ട് സൈറു ഇതെവിടെ മൈക്ക് ഉണ്ട്, മൈക്ക് പഠിക്കും. ആണോ? ഓ അപ്പൊ ജോണി അവന്റെ ബർത്ത്ഡേക്ക് ഇവിടെ എത്ര കൊല്ലാടറിയേ, എന്നിട്ട് അവളൊരു പാട്ട് പാടാൻ പറഞ്ഞിട്ട് അവള് പറയാതെ കേട്ടോ. നമ്മളമ്മിലുള്ള ബന്ധത്തിന്റെ അത്രയും ലോക ബന്ധമാണ് നമ്മളെ. പണ്ട് റിയോ എന്ന് പറഞ്ഞൊരു കാലമുണ്ട്, 7-8 കൊല്ലം മുമ്പാന്ന് തോന്നുന്നു അതൊക്കെ അല്ലേ. എനിക്ക് പോലും ആർക്കറിയാത്ത കാര്യങ്ങൾ ഇവളായിരിക്കും പറഞ്ഞത്. അതെനിക്കറിയാം, ഞാൻ ഓർമ്മയുണ്ട് എനിക്ക് ഇവളെ. ഞാൻ എല്ലായിടത്തും കറങ്ങി നടക്കുന്ന കാലങ്ങൾ. ഇവിടെ കൊറേ കാലം ഒളിവിലെങ്ങാണ്ട് ഇവിടെ തിരിച്ചു. നമ്മളെങ്ങനെ പേരൊക്കെ മാറ്റി വന്നു കഴിഞ്ഞാൽ അവിടെ അന്ന് എന്താ സെന്റോ നമ്മളോടൊന്നും പറഞ്ഞില്ല ജോണി വന്നത്. ഇവളുടെ അന്നത്തെ പേരെന്ത്? SND സ്നെഗി അതായിരുന്നു. അത് തന്നെയല്ലേ ഇപ്പോഴത്. ഇപ്പൊ അത് മാറി, അതൊക്കെ മാറി. ഇല്ല നമ്മുടെ കൂടെ മാനേജ്മെന്റിന്റെ ആളുണ്ടേ, കുഴപ്പമില്ല, പ്രശ്നം. മാനേജ്മെന്റിന്റെ ആളുണ്ട്. ആദ്യമേ മാനേജ്മെന്റ് ആയിരിക്കും. നമുക്ക് പിടിപാടൊക്കെ ഉണ്ട്, വേറൊരു പുള്ളിയൊക്കെ ഉണ്ട് നമുക്ക് അറിയാവുന്ന. HAP പുള്ളിയുടെ തല. നമ്മുടെ ഇവിടെ ഇല്ലാത്ത കൊറേ സിറ്റിയിലും കിട്ടുക. ഇതാണ് നീ അത് മാറ്റിയില്ലേടി കള്ളി. ഇതേതാ വണ്ടി? ഇതേതാ? ഇത് ജോമാക്സിന്റെ സ്വന്തം. ഇതെല്ലാം എപ്പ എന്റെ പേരിലാക്കി തരും? എപ്പാക്കി തരും? ഇപ്പൊ തന്നെ എന്നാ ഇപ്പൊ തന്നെ എനിക്ക് വേണം ഇത്. ഇപ്പൊ തന്നെയാ മറ്റേ താക്കോല് തന്നിട്ടുള്ള ഉടായ്പ നടക്കത്തില്ല. ദൈവമേ, നിന്നെ ആരാ ശൂശു വിളിക്കുന്നടി? പൂവാലന്മാരെ കൊണ്ട് ഭയങ്കര കഷ്ടമാണല്ലേ ഇത്. ഇതൊക്കെ പേരിൽ ഇന്ന് തന്നെ ആവും ജോമാംസ്, ഒന്നും എന്നെ പേടിക്കണ്ട. എന്നിട്ട് നമുക്ക് ഇന്ന് തന്നെ പോയി നമുക്ക് അപ്പ് ചെയ്യാം കേട്ടോ. 70 പോയിട്ട് മോള് അപ്പ് ചെയ്ത് തരണേ എല്ലാ വണ്ടി. ഇപ്പൊ പേര് വന്നെന്നാണ് പറയുന്നത്. ആര് പറഞ്ഞു ഇതൊക്കെ? നീ എങ്ങനെ അറിഞ്ഞേ? ഇതൊക്കെ ഞാൻ അറിയുന്നത്. എങ്ങനെ അറിഞ്ഞേ? ഇതൊക്കെ ഞാൻ അറിഞ്ഞു. താക്കോല് തന്നിട്ട് പറ്റിക്കുന്ന പരിപാടി നിർത്തിക്കോ സൈറോ. ഇല്ല, താക്കോല് തന്നു, എന്നോട് ദൈവം പറഞ്ഞു, ദൈവം അരുൾ ചെയ്തു. താക്കോല് പൂട്ടിയൊക്കെ നോക്ക്. ഇതിലൊരു ചെറിയ അറിയിപ്പുണ്ട്. നമ്മുടെ കൂടെ വന്ന സൈറു വെള്ളത്തിൽ കടലിൽ വീണ് നിര്യാതയായിട്ടുണ്ട് കേട്ടോ. എന്താണ് നീന്തൽ ക്ലാസ്സിൽ പോയില്ലേ? നീ തിരിച്ചു വന്നോ? അല്ല നീ നീന്തൽ ക്ലാസ്സിൽ എന്താ പോവാന്ന് പറഞ്ഞിട്ട് പോയില്ലേ? ദൈവം കടാക്ഷിച്ചു. അല്ല ഇപ്പൊ മുങ്ങി ചത്തേനെ. ഓടിക്കുന്നില്ലേ ജോമോ? ഓടിക്കാം, ഫ്രണ്ടിൽ കൊണ്ടിടാം. ഈ കളറൊന്ന് ക്യാൻറ്റിറ. സൈറോ ഇന്നേ വരെ ഇങ്ങനെ ആരെയും ചെയ്യുന്നത് നീ കണ്ടിട്ടുണ്ടോ? എനിക്ക് വേണ്ടി അവരത്ര സ്നേഹത്തോടെ ചെയ്തല്ലേടി. അവിടെ ഇങ്ങനെ കുറ്റമൊന്നും പറയല്ലേ നീ? അത് അവരുടെ സന്തോഷം, എനിക്ക് സന്തോഷം. വിഷമമായി സൈറോ. എന്നാലും ഞാൻ മരിച്ചു കാണണമെന്നൊക്കെയാണ് സൈറോന്റെ മനസ്സിൽ. സിറ്റിയിൽ ഇങ്ങനെ എനിക്കറിയില്ല സൈറോ. ഇപ്പം അതെന്താ ടാബ്ലോയോ?
ഏതാ എടി ഒരു മനുഷ്യർ ഇവിടെ സെന്റിമെന്റൽ ആയിട്ട് സംസാരിക്കുന്ന കേട്ടില്ലേ? മറ്റേ എന്താ ആകാശം കത്തിക്കാൻ വെക്കത്തില്ലേ അത് ഇവിടെ നിന്റെ അപ്പനെ വല്ലതും ആണോ അത് കത്തിക്കാൻ? ഓടിക്കും പിടറി ഞാൻ തിരിക്കും കേട്ടോ. ഓ ജോമോന് പാട്ട് പാടി തരട്ടെ ഞാൻ. അതിന്റെ അവിടെ വെച്ച് പാടാഞ്ഞ് എവിടെ വെച്ച്? അവിടെ വെച്ച് എല്ലാരും പറഞ്ഞപ്പോ നിനക്ക് പാടാൻ പറ്റത്തില്ല. എന്താ അല്ല പാടാൻ പോയതല്ലോ, പിന്നെന്തോ. പിന്നെ ഞാൻ ഗിഫ്റ്റ് തരാൻ വന്നില്ലേ. എന്നാ പാട് കേക്കട്ടെ. ആ ഹരിമുരളീരെ പോകാമോ? ഏതാ? ഗംഗേ വെള്ളത്തിൽ ഞാൻ ചവിട്ടി താക്കും ഞാൻ കേട്ടോ പെണ്ണെ. മര്യാദക്ക് പാടിക്ക് മര്യാദക്ക് ഒരു പാട്ട് പാടിക്കടി. ഗംഗേ ഗംഗേ ഇനി സാഗറിന്റെ കൂടെ കാണാൻ നിന്നെ കണ്ടാ ഞാൻ തല്ലിക്കൊല്ലും. മര്യാദക്ക് പാട്ട് പാടിക്കൂ, അല്ലെങ്കിൽ അത് ഞാൻ മുടക്കും. ഗംഗേ അപ്പാപ്പ എന്തേ? അപ്പൻ അവിടെ എന്തോ അപ്പപ്പൻ സംസാരിക്കാൻ പോയോ? പോകും. നീ പാട്ട് പാടുന്നുണ്ടോ ഇല്ലയോ? അന്ന് ഇവിടെ പാട്ട് പാടാം. ഓക്കെ ഇവിടെ വന്നിട്ട് പറയുന്ന കേട്ടോ ക്രിസ്മസിന് മറ്റേ പപ്പാനെ കത്തിക്കാൻ വെച്ചേക്കുന്നവരാണോ എന്റെ ഇത് വെച്ചേക്കുന്നത്? കത്തിക്കട്ടെ എന്നോട് ചോദിക്കുള്ളൂ. ധൈര്യം ഉണ്ടെങ്കിൽ ഒന്ന് കത്തിച്ച് നോക്കിയേ. ഇവിടെ ക്വാർട്ടർ ഇല്ലാത്ത നിന്റെ നല്ല അവള് പറയുന്ന കേട്ടോ. ഓക്കെ, അവളുടെ ബോയ് ഫ്രണ്ട് ഇവിടുത്തെ വലിയ ഗുണ്ടയാണെന്ന്. പറഞ്ഞില്ല ഈ ജോബം ബോയ് ഫ്രണ്ടിന്റെ പേരെന്താ മോളെ? സാഗറു. മറ്റേ ബാനൊന്നും ഒരു പുത്തരി അല്ലാത്ത ചെറുക്കന്റെ ഇന്നോ നാളെ വെറുതെ ഉണ്ടാക്കി പറയാ. നീ ഇത് പറഞ്ഞില്ലേടി പപ്പാനിയെ കത്തിക്കാൻ വെച്ചേക്കുന്നവർ വെച്ചേക്കുന്നതാണെന്ന്? സിംഗിൾ ആണോ സേറു? അപ്പൊ കമ്മിറ്റഡ് അല്ലേ? അല്ല അല്ല സിംഗിൾ ആണോ? അല്ല പപ്പാന്നോ? എന്തോ അപ്പൊ സാഗറോ? തവിയുണ്ട് തലയിൽ. ഇല്ലില്ല, അവളെ വീട്ടിൽ ആ സിംഗിൾ എന്ന് പറഞ്ഞപ്പം അപ്പാപ്പൻ ഒരു ഷോക്കായി, ലെഗസി ഒരു ഷോക്കായി. എന്തായിരുന്നു ഏതായിരുന്നു സിംഗിൾ? അപ്പൊ അല്ല സാഗറു അല്ല, സാഗറു എന്ന് പറയുന്ന ഒരു വ്യക്തി ഇല്ല എന്ന് കേൾക്കുമ്പോ നമുക്കൊരു ഇതല്ലേ അല്ലേ സേറു? ഒരു സന്തോഷം അല്ലേ? സൗണ്ട് ഞാനോർത്ത് മൊത്തം പോയെന്നല്ലേ ഇവളുടെ കേട്ടോന്നല്ലോ. ഓ അങ്ങനെ. അതല്ല, സാഗറുവും സേറുവും തമ്മിലുള്ള ബന്ധം എന്താണ്? ഓ ഞങ്ങള് റിലേഷൻഷിപ്പിലാണ് കമ്മിറ്റഡ്. ഇതൊന്നും അപ്പൊ കേട്ടില്ലേ എന്റെ ഉയരം കുറച്ചു മുന്നേ സിംഗിളാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ കമ്മിറ്റഡ് ആണ്. ജോലി ഇത് എന്താ ജോലി? ഇതാരാ? എനിക്കറിയാൻ മേലെ കുറച്ച് ഭക്ഷണം തരണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വലിയ അന്യത്തിയാന്ന് തോന്നുന്നു. അന്യന്റെ അന്യത്തി എന്താ പറയുന്നത് നിനക്ക്? എന്താ എവിടെ ഓരോരുത്തർ ഉറച്ചു വെക്ക നീ? പാവം എന്റെ ലെഗസി. എന്റെ സേറു ഞാനൊരു കാര്യം പറയാം സേറു. ആരെ കൊടുത്താലും ആശ കൊടുക്കരുത് സേറു. ആശ ഒരു കാര്യം ചെയ്യാം സേറു, ഇതിനൊരു ഇതായിട്ട് നീ അപ്പന് വേണ്ടി ഒരു പാട്ട് പാടിയേ. അതോടാ ഒരു വിഷമം അങ്ങ് തീരട്ടെ. നീ ഒരു പാട്ട് പാടി. അതെ അതെ, കുറച്ച് സെൻസിറ്റീവ് ആണ്. അവള് കമ്മിറ്റഡ് ആണെങ്കിലാണ് സേഫ് അല്ലാത്ത. ഒരു മറ്റേ ആരെങ്കിലും ഒരു മറ്റേ ട്രാക്ടർ വണ്ടി വിളി, മറ്റേ ക്രെയിനുള്ള തൂക്കിക്കൊണ്ട് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ജോലിയുടെ വണ്ടി തൂക്കിയെടുത്ത് കരയിലോട്ട് പോയായിരുന്നു. അല്ല ഇവളുടെ പാട്ട് കൂടെ കേൾക്കാം. സൈറു പാടാൻ വേണ്ടി നിൽക്കുവായിരുന്നു. അപ്പന് വേണ്ടി ഒരു പാട്ട് പാടിക്കും സൈറു, കേക്കട്ടെ. നമ്മുടെ പാട്ടൊന്നും കേക്കണ്ടല്ലേ? കരയല്ലേ നീ? അയ്യോ നിലവിളിക്കല്ലേ? അയ്യോ എന്റെ ലഘുവല്ലേ. തുപ്പല്ലേ? 1 2 3 ഹലോ ഹലോ ഹലോ. എന്ത് അത് തുടങ്ങിയില്ല. താളം പിടിച്ചേ മനസ്സിലായോ? താളം തുടങ്ങി. മോളെ വേണ്ട നാക്കുളക്കും. കൂട്ടുകാരി എല്ലാവർക്കും വേണ്ടി, എല്ലാവർക്കും വേണ്ടിയോ? ജോലിക്ക് വേണ്ടിയല്ലേ ഇപ്പം? അല്ല എല്ലാവർക്കും നമ്മുടെ ജോമോംസിന്റെ ബർത്ത്ഡേയിലേക്ക് സ്വാഗതം. ജോമോംസ് കേട്ടോ മാമ പറഞ്ഞ ഓ ജോമോംസ്. ഇവിടെ ആദ്യമൊക്കെ വിളിക്കുമ്പോ ഞാൻ ജോമോനെന്നായിരുന്നു കേട്ടോണ്ടിരുന്നു. ഇപ്പം വേറെയാ. ഇല്ല ജോമോംസ് പറയൂ. അപ്പൊ ജോമോംസിന്റെ ബർത്ത്ഡേ സ്പെഷ്യൽ ആയിട്ട് ഞാനൊരു ചെറിയ സോങ്. എനിക്ക് വേദനയാണ്, തൊണ്ടയിൽ കിച്ചാണ്, ഇടയ്ക്ക് വെച്ച് കട്ടായി പോയാൽ എന്നൊന്നും പറയരുത്. ഇല്ല ഒന്നും പറയത്തില്ല. ചൂടാവേ ഒന്നും ചെയ്യല്ലേ, ഇടയ്ക്ക് വെച്ച് നിർത്തി ദേഷ്യപ്പെടല്ലേടാ.
കലിപ്പനാന്ന് അറിയാം ആരെങ്കിലും ഒരു ഗിറ്റാർ പിടിച്ചാൽ എന്റെ പാട്ടിനെ ലഗത്തിടാ എനിക്ക് ഗിറ്റാർ വായിക്കാൻ അറിയത്തില്ല. മന്ദളമായാലും മതി കേട്. ജെറ്റ് വായിക്കും. ജെറ്റ് എടുത്തിരിക്കുകയാണ്. ഓക്കെ പാട്ടെ. നെഞ്ചുക്കുள் പെയ്തിടുമാമഴേ നീരുக்குள் மூழ்கிடும் தாமரே சற்றந்து மாறுது வானிலை பெண்ணே உன்மேல் பிழை ஓ நில்லாமல் வீசிடும் பேரலை நெஞ்சுக்குள் நீந்திடும் தாரகை பொன்வண்ண சூரிய காரிகை பெண்ணே நீ காஞ்சனை ஓ சாத்தி சாத்தி ஓ சாத்தி என்னுயிரை உயிரை நீந்தி ஏ சென்றாய் சென்றாய் என்னை தாண்டி இனி நீ நான் எந்த நந்தாதே ஏதோ ஒன்று என்னை முக்கி மன்மம் சேர்க்க கள்ளத்தனம் ஏதுமில்ல புன்னகையோ போகின்ற நீ நின்ற இடமென்றால் விலையேறி போகாதோ நீ செல்லும் வழியெல்லாம் பனி கட்டாதோ என்னோடு வா வீடு வரைக்கும் என் வீட்டை பார் என்னை பிரிக்கும் இவள் யாரோ யாரோ தெரியாதே இவள் பின்னால் நெஞ்சு போகாதே இது பொய்யோ மெய்யோ தெரியாதே இவள் பின்னால் நெஞ்சு போகாதே போகாதே